നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ ആണവായുധ രാജ്യമാകുമോ, അതോ നിലവിൽ ഇറാൻ ആണവ ശക്തിയായി മാറിക്കഴിഞ്ഞോ? എന്തായാലും ഒന്നുറപ്പാണ്, പതിറ്റാണ്ടുകളായി സമാധാനപരമായ ആണവ പദ്ധതി എന്ന് ഇറാൻ ആവർത്തിച്ചു പറഞ്ഞ വാചകങ്ങൾ ഇനി മാറ്റിപ്പറയുകയാണ്. പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയിയുടെ മരണവും ഇസ്രയേൽ US ആക്രമണങ്ങളും മുസ്തഫയുടെ മൗനവും ഇറാനെ പുതിയൊരു തീരുമാനത്തിലേക്ക് നയിക്കുന്നു എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറാന്റെ രഹസ്യ ആണവ പദ്ധതി ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടപ്പോൾ ഇസ്ലാമിക നിയമപ്രകാരം ആണവായുധങ്ങൾ നിഷിദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് പരമോന്നത നേതാവ് ഖമനേയി ഒരു ഫത്വ പുറപ്പെടുവിപ്പിച്ചു. ഫത്വ എന്നാൽ മതപരമായ വിധി. ഈ വിധി പ്രകാരം ആണവായുധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മതത്തിന് എതിരാണ്. ഇന്ന് കാലം മാറി. ഇപ്പോൾ ഉള്ളത് ഖമനേയി അല്ല, മുസ്തഫയാണ്. രാജ്യം ആണവായുധം നിർമ്മിക്കണമെന്ന കടുത്ത നിലപാടുള്ളയാൾ. ആണവ കരാറുകളിൽ നിന്ന് പിന്മാറി യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിച്ച് എത്രയും വേഗം ആണവായുധം സ്വന്തമാക്കാനാണ് മുസ്തഫ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. ആണവ ഫത്വ മരിച്ചു കഴിഞ്ഞു എന്നാണ് ക്വിൻസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രിറ്റ പാഴ്സി നിരീക്ഷിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ 2 ആണവ ശക്തികൾ, അതായത് US-ഉം ഇസ്രയേലും ആക്രമണം നടത്തിയതോടെ പ്രതിരോധത്തിനായി ആണവായുധം വേണമെന്ന ചിന്ത ഇറാനിലെ ഭരണവർഗത്തിലും പൊതുസമൂഹത്തിലും ശക്തമായി തന്നെയുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധാന്തരീക്ഷം കൂടുതൽ സങ്കീർണമാകുന്നതിനിടെ ഇറാൻ ആണവായുധം നിർമ്മിക്കണം എന്ന ആവശ്യം രാജ്യത്തിനുള്ളിൽ ശക്തമാകുന്നു. ഇസ്രയേൽ അമേരിക്കൻ സൈനിക ഭീഷണികൾ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇറാനിലെ തീവ്ര നിലപാടുകാരാണ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ഇറാൻ ആണവായുധം വികസിപ്പിക്കണം എന്ന അഭിപ്രായവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയി ആണവായുധം നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുള്ള ഫത്വ തിരുത്തണം എന്ന ആവശ്യമാണ് ഇറാനിലെ തീവ്ര നിലപാടുകാർക്ക് ഇപ്പോൾ ഉള്ളത്. ഖമനേയിയുടെ മരണശേഷം ഇറാന്റെ പ്രതിരോധ നിയന്ത്രണം ഏറ്റെടുത്ത റവല്യൂഷണറി ഗാർഡിനകത്തും പുറത്തും ഈ ആവശ്യം ശക്തമാണ്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ശക്തമായ മറുപടി നൽകാൻ ആണവശേഷി മാത്രമാണ് ഏക പോംവഴി എന്ന് ഇവർ വാദിക്കുന്നു. എന്നിരുന്നാലും ഇറാന്റെ ഔദ്യോഗിക ആണവ നയത്തിൽ ഇതുവരെ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നാണ് അറിവ്. ഈ ആവശ്യങ്ങളോട് ഇറാൻ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. US-ഉം ഇസ്രയേലും നടത്തുന്ന ആക്രമണങ്ങളോട് വൈകാരികമായി പ്രതികരിക്കാനുള്ള എല്ലാ അവകാശവും ഉള്ളയാളാണ് കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനേയിയുടെ മകൻ മുജ്തബ ഖമനേയി. മുസ്തഫയുടെ അമ്മയും ഭാര്യയും സഹോദരിമാരിൽ ഒരാളും US ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. എല്ലാ തരത്തിലും ഒരു തീവ്ര നിലപാടുകാരനായാണ് മുസ്തഫ അറിയപ്പെടുന്നത് തന്നെ. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിലും മുസ്തഫ തന്റെ തീവ്ര നിലപാടുകളാണോ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ട്രിറ്റ പാഴ്സി നിരീക്ഷിക്കുന്നത്. മാത്രമല്ല, രാജ്യത്തെ സൈനിക ശക്തിയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ആണവ നയം മാറ്റണം എന്ന പക്ഷക്കാരാണ്. മുൻപ് ഖമനേയി പുലർത്തിയിരുന്ന തന്ത്രപരമായ ക്ഷമ എന്ന നയം പുതിയ നേതൃത്വം തുടരുമോ എന്നതാണ് പ്രധാന ചോദ്യം. യുറേനിയം സമ്പുഷ്ടീകരണം ആയുധ നിലവാരത്തിലേക്ക് എത്തിച്ചിട്ടും ബോംബ് നിർമ്മാണത്തിലേക്ക് ഇറാൻ കടക്കാതിരുന്നത് ഖമനേയിയുടെ കടുംപിടുത്തം മൂലമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ മുസ്തഫ ഖമനേയി അധികാരമേൽക്കുമ്പോൾ ഈ നിലപാടിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ കരുതുന്നു. ഇറാൻ ഒരു ആണവായുധം നിർമ്മിച്ചാൽ അത് ലോകത്തിന്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഭീഷണിയാകുമോ? വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇറാന്റെ മിസൈലുകൾക്ക് അമേരിക്കയിൽ എത്താനുള്ള ശേഷിയില്ല. കൂടാതെ 5000-ലധികം ആണവായുധങ്ങളുള്ള അമേരിക്കയെ വെല്ലുവിളിക്കാൻ ഏതാനും ബോംബുകൾ കൊണ്ട് ഇറാന് സാധിക്കില്ല. പിന്നെ എന്തിനാണ് ഇറാൻ ഈ നീക്കം നടത്തുന്നത്? പ്രാദേശിക പ്രതിരോധം തന്നെയായിരിക്കണം ഉദ്ദേശം. ഇസ്രയേൽ, സൗദി അറേബ്യ തുടങ്ങി അയൽരാജ്യങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതായിരിക്കാം പ്രധാന ലക്ഷ്യം. ഒരു ആണവ പരീക്ഷണം നടത്തുന്നതിലൂടെ തങ്ങൾ ഒരു ഗ്ലോബൽ സൂപ്പർ പവർ ആണെന്ന് തെളിയിക്കാൻ ഇറാനിലെ തീവ്ര നിലപാടുകാർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഭീഷണിയാകുന്ന മറ്റൊന്നുകൂടിയുണ്ട്. ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ അത് മേഖലയിൽ ഒരു വലിയ ആയുധ പന്തയത്തിന് തന്നെ തുടക്കമിടും. 2018 സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കിയതുപോലെ ഇറാൻ ബോംബ് നിർമ്മിച്ചാൽ എത്രയും വേഗം സൗദിയും അത് പിന്തുടരും. ഇത് മിഡിൽ ഈസ്റ്റിനെ ലോകത്തെ ഏറ്റവും അപകടകരമായ ഒരു മേഖലയാക്കി മാറ്റുകയും ചെയ്യും. നേരത്തെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തെ ഭയന്നാണ് ഇറാൻ പിന്തിരിഞ്ഞു നിന്നതെങ്കിൽ ഇപ്പോൾ ആ ആക്രമണം നടന്നുകഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇറാന് മുൻപിനൊന്നും നോക്കാനില്ല. മാത്രമല്ല, ഈ യുദ്ധത്തിൽ ഇനി തോറ്റാൽ തന്നെയും ഇറാന് അഭിമാനിക്കാം.
അമേരിക്ക പോലുള്ള ഒരു സൂപ്പർ പവറിനോട് 1 മാസത്തോളം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നത് ഒട്ടും നിസ്സാര കാര്യമല്ല. വരും മാസങ്ങളിൽ മുജ്തബ ഖമനേയി എടുക്കുന്ന തീരുമാനങ്ങൾ ഇറാന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ സമാധാനത്തെ ബാധിച്ചേക്കാം. മുജ്തബയുടെ കാർമ്മികത്തിന്റെ കീഴിൽ ഇറാൻ ആണവശക്തിയായി മാറുമെന്ന് കരുതുന്ന US വിശകലന വിദഗ്ധർ ഏറെയാണ്. ആയത്തുള്ള അലി ഖമനേയി ആണവായുധം നിർമ്മിക്കുന്നതിന് പൂർണ്ണമായും എതിരായിരുന്നു. അതിനെതിരെ ശക്തമായ ഫത്വകളെ അദ്ദേഹം സജീവമായി നിലനിർത്തുകയും ചെയ്തു. സർവനശീകാരിയായ ഒരു ആയുധവും ഇസ്ലാമിൽ അനുവദനീയമല്ല എന്നതായിരുന്നു ആയത്തുള്ള അലി ഖമനേയിയുടെ ഫത്വ. മുജ്തബ ഈ ഫത്വയെ നേർപ്പിക്കാനുള്ള വഴികൾ തേടിയേക്കും എന്നാണ് US ഇസ്രയേലി വിശകലനങ്ങൾ പറയുന്നത്. നിലവിൽ ഇറാനുമായി USഉം ഇസ്രയേലും നടത്തുന്ന യുദ്ധത്തെ അസിമെട്രിക്കൽ വാർഫെയർ എന്ന് പല വിശകലനങ്ങളും വിശേഷിപ്പിക്കുന്നുണ്ട്. മുജ്തബയുടെ കീഴിൽ ഇറാൻ ഈ നയം ശക്തമാക്കും. യുദ്ധതന്ത്രങ്ങളുടെ സിമട്രി അഥവാ സമമിതി ഇല്ലാതാക്കുക എന്നതാണ് ഈ തന്ത്രം. ഉദാഹരണത്തിന് USഉം ഇസ്രയേലും അതിശക്തമായതും ചെലവേറിയതുമായ യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ഓരോ മിസൈലും ഇറാനെതിരെ തൊടുക്കുമ്പോഴും അവർക്ക് ചെലവ് ദശകോടിക്കണക്കിന് ഡോളറാണ്. എന്നാൽ ഇറാൻ ആകട്ടെ 10-30 ലക്ഷം ഡോളറിന്റെ ഡ്രോണുകൾ ഉപയോഗിച്ച് തിരിച്ചാക്രമിക്കുന്നു. നാശനഷ്ടമുണ്ടാക്കാൻ ഡ്രോണുകൾക്കും നല്ല കഴിവുണ്ട്. മുജ്തബ ഈ യുദ്ധരീതിയിലായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക എന്നതാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഇറാനിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ആണവായുധ വിരുദ്ധ നിലപാട് ഇപ്പോൾ തുറന്നുവെച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണ്. രാജ്യത്തിനകത്തെ ശക്തമായ രാഷ്ട്രീയ സൈനിക വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് വിപ്ലവ ഗാർഡുകൾക്ക് സമീപമുള്ള വൃത്തങ്ങൾ ഇപ്പോൾ ആണവായുധങ്ങൾ ദേശീയ സുരക്ഷയ്ക്കായി അനിവാര്യമാണെന്ന് തുറന്നു പറയുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. തുടർച്ചയായ ആക്രമണങ്ങളും നേതൃത്വ നഷ്ടങ്ങളും ഈ ചിന്താഗതിയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ ഭൂപ്രദേശവും തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും നിരന്തരം ആക്രമിക്കപ്പെടുമ്പോൾ സ്വയം സംരക്ഷണത്തിനായി ശക്തമായ പ്രതിരോധ മാർഗങ്ങൾ തേടുന്നത് സ്വാഭാവികമാണ്. ആണവായുധങ്ങൾ ഇവിടെ ഒരു ആക്രമണ ഉപകരണം മാത്രമല്ല, മറിച്ച് അവസാന പ്രതിരോധ ഇൻഷുറൻസ് എന്ന നിലയിലാണ് കാണപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപ് നയിച്ച അമേരിക്കൻ തന്ത്രങ്ങൾക്കും ഈ അവസ്ഥയിൽ വലിയ പങ്കുണ്ട്. ആണവ കരാറുകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനു പകരം കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചില സാഹചര്യങ്ങളിൽ ഭരണമാറ്റ സൂചനകൾ നൽകുകയും ചെയ്തതോടെ ഇറാന്റെ സുരക്ഷാ ആശങ്കകൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ഭരണാധികാരവും തന്നെ ഭീഷണിയിലാണെന്ന് തോന്നുമ്പോൾ അത് കൂടുതൽ കടുത്ത പ്രതിരോധ നിലപാടുകളിലേക്ക് നീങ്ങുന്നത് ചരിത്രത്തിൽ നമ്മൾ പലവട്ടം കണ്ടതാണ്. ഇതിന്റെ ദൂരപ്രത്യാഘാതങ്ങൾ അതിലും ഗുരുതരമാണ്. ഇറാൻ ഒരു ആണവായുധ രാഷ്ട്രമാകുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളും അതേ പാത പിന്തുടരും. ഇതിലൂടെ മൾട്ടി ന്യൂക്ലിയർ മിഡിൽ ഈസ്റ്റ് എന്ന അതീവ അപകടകരമായ അവസ്ഥ രൂപപ്പെടാം എന്നാണ് റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര ആണവ നിയന്ത്രണ സംവിധാനങ്ങൾ ഇതിനാൽ തകർന്നു പോകാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ മുഴുവൻ സംഭവവികാസങ്ങളിലും ഒരു വലിയ വിരോധാഭാസം നിലനിൽക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതി തടയാനായി ആരംഭിച്ച യുദ്ധം ഒടുവിൽ അതിനെ കൂടുതൽ വേഗത്തിലാക്കുന്ന ഘടകമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. സുരക്ഷയ്ക്കായി ആരംഭിച്ച ആക്രമണങ്ങൾ തന്നെ കൂടുതൽ അസുരക്ഷിതമായ ലോകത്തെ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ യുദ്ധവും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ചേർന്നുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ആ നിർണായക രേഖ കടക്കാനുള്ള സാധ്യതയെ മുൻകാലത്തേക്കാൾ ഏറെ അടുത്ത് എത്തിച്ചിരിക്കുകയാണ്. കൈവശമുള്ള ആ 400 ഗ്രാം യുറേനിയം ഇനി ആയുധമാക്കി മാറ്റിയാലോ എന്ന് ചിന്തിക്കാൻ ഇനി അധിക സമയമൊന്നും ആവശ്യമില്ല. ലോകം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇറാന്റെ ഓരോ നീക്കവും ഭാവിയിലെ ആഗോള ശക്തി സമവാക്യങ്ങളെ തന്നെ നിർണ്ണയിക്കാൻ ശേഷിയുള്ളതാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.